സ്ത്രീകൾ അവിഹിത ബന്ധത്തിലേക്ക് പോകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഞാൻ ഡോക്ടർ ടൈറ്റസ് പി വർഗീസ്, സെക്സോളജിസ്റ്റും സൈക്കോളജിസ്റ്റുമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. നമുക്കറിയാം, എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് അല്ലെങ്കിൽ ദാമ്പത്യത്തിന് പുറത്തുള്ള ലൈംഗിക വീഴ്ചകളുടെ ഒരു കാലമാണിത്. പലപ്പോഴും അതിനെ സെക്സുമായിട്ട് മാത്രമാണ് മിക്കവരും കണക്ട് ചെയ്യുക. പക്ഷേ പലപ്പോഴും അതിൻ്റെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികതയേക്കാൾ പ്രധാനമെന്ന് പറയുന്നത് അവർക്ക് ഉണ്ടാവേണ്ട ഒരു മാനസിക അടുപ്പമാണ്. അത് ജീവിത പങ്കാളിയായിട്ട് ഉണ്ടാകുന്നതിന് പിന്നിൽ സെക്സിനേക്കാൾ പ്രാധാന്യം പലപ്പോഴും അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്, സംസാരമാണ്, ഇടപെടലാണ്. ആ ഇടപെടൽ ഭാര്യ ആഗ്രഹിക്കുന്ന രീതിയിലല്ല എങ്കിൽ അത് ചിലപ്പോൾ മറ്റൊരാളിലേക്ക് ചായാനുള്ളൊരു സാധ്യത അവിടെ ഓപ്പൺ ആവുകയാണ്. നമുക്കറിയാം, പലപ്പോഴും ഒരു സ്ത്രീ പലപ്പോഴും ദാമ്പത്യത്തിലേക്ക് എത്തപ്പെടുന്ന പലപ്പോഴും അവിചാരിതമായിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രണയത്തിലൂടെ ആയിരിക്കും. പ്രണയമാണെങ്കിൽ പോലും നമ്മൾ പ്രണയത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും തുറന്ന് പറയാറില്ല, യഥാർത്ഥ വ്യക്തിത്വം നമ്മൾ തുറന്ന് കാട്ടാറില്ല. പക്ഷേ ഒരു യഥാർത്ഥ ദാമ്പത്യ ജീവിതത്തിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോഴായിരിക്കും ശരിയായിട്ടുള്ള വ്യക്തിത്വം എന്താണെന്നുള്ള ആ സ്ത്രീ മനസ്സിലാക്കുക. അപ്പം ചിലപ്പം കള്ളം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം, ഒളിച്ചു വച്ചിട്ട്, ചിലപ്പം വിദ്യാഭ്യാസ നിലവാരം ചിലപ്പോൾ മറച്ചു വച്ചിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ ചിലപ്പോൾ മറച്ചു വച്ചിരിക്കാം. അങ്ങനെ കള്ളം പറഞ്ഞ് മറച്ചു വെച്ച കാര്യങ്ങൾ നമ്മൾ പ്രണയിച്ച സമയത്ത് അങ്ങനെ മറച്ചു വെച്ച ഒരാളിനോട് പലപ്പോഴും ഒരു ഭാര്യയ്ക്ക് അത്രത്തോളം അടുപ്പം തോന്നാനുള്ള സാധ്യതയില്ല. പക്ഷേ മിക്ക ഭർത്താക്കന്മാരും ധരിച്ചു വെച്ചിരിക്കുന്ന ലൈംഗികതയിലൂടെ അങ്ങ് സംതൃപ്തി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് ഇഷ്ടപ്പെട്ടു പോകുമെന്നാണ്. ലൈംഗികത എന്ന് പറയുന്ന സ്ത്രീകളെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ കാര്യം മാത്രമാണ്. സെക്സിന് വേണ്ടി മാത്രമായിട്ട് ഒരിക്കലും ഒരു സ്ത്രീ അവിഹിത ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ദാമ്പത്യേതര ബന്ധത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, പലപ്പോഴും ഈ ഭർത്താവിൻ്റെ ഒരു നിലവാരം, ബൗദ്ധിക നിലവാരവും വിദ്യാഭ്യാസ നിലവാരവും സുഹൃത്തുക്കളുടെ നിലവാരവും ഒക്കെ മറ്റൊന്നാവുകയും ഭാര്യയുടേത് വേറൊന്നാവുകയും ചെയ്യുമ്പോൾ ഇവർ തമ്മിലുള്ള സംസാരത്തിലെ തമാശകൾ പോലും രണ്ട് തരത്തിലായിരിക്കും. ഒരുപക്ഷെ ഭർത്താവ് അവരുടെ കൂട്ടുകാരിൽ നിന്ന് കേട്ടിട്ടുള്ള കുറച്ച് നിലവാരം കുറഞ്ഞ തമാശകൾ പറയുമ്പോൾ ഭാര്യയ്ക്ക് അത് പലപ്പോഴും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ പലപ്പോഴും കരാണ്ട് ഈ അശ്ലീല തമാശകൾ സ്ത്രീകൾ ആസ്വദിക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെ ആസ്വദിക്കുന്നില്ല. ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി വെറുതെ ആസ്വദിക്കുന്നതായിട്ട് ചിലപ്പോൾ അഭിനയിച്ചേക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്കറിയാം, ഇപ്പം കോമഡി അല്ലെങ്കിൽ ഹ്യൂമർ എന്നൊക്കെ പറയുന്നത് സ്വതവേ ഉള്ള ഒരാളെ ചിരിപ്പിക്കാൻ വേണ്ടി അശ്ലീലത്തിൻ്റെ മേമ്പൊടി ചേർക്കാറില്ല. അവർക്കതിൻ്റെ ആവശ്യമില്ല. നമുക്കെന്നറിയാം, നല്ല സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, നല്ല കോമഡി ചെയ്യുന്ന സംവിധായകർ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ വേണ്ടി അശ്ലീലം ചേർക്കാറില്ല. പക്ഷേ അത്രത്തോളം ഹ്യൂമർ സെൻസ് ഇല്ലാത്ത, അത്രത്തോളം നർമ്മബോധമില്ലാത്ത എഴുത്തുകാരും സംവിധായകരും മാത്രമാണ് പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ വേണ്ടി അതിലത് സെക്സ് ചേർക്കാറുള്ളത്. നമ്മളെന്താ പറയുക, ഡബിൾ മീനിങ് എന്നൊക്കെ പറയും അല്ലേ? അതുപോലെ തന്നെയാണ് വ്യക്തികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പ്രസ് ചെയ്യാനും ചിരിപ്പിക്കാനും ഒക്കെ സ്വതവേ ഉള്ള കഴിവുള്ളവർ ഭാര്യയെ ചിരിപ്പിക്കാൻ വേണ്ടി അശ്ലീല തമാശകൾ പറയാറില്ല, പറയേണ്ട കാര്യവുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് പറയുമ്പോൾ ഭർത്താവിൻ്റെ നിലവാരം എന്താണ്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂട്ടുകാരുടെ നിലവാരം എന്താണ്, ഭർത്താവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ നിലവാരം എന്താണെന്ന് ഭാര്യ പെട്ടെന്ന് അളക്കും. അവരുടെ അങ്ങനെ ഒരു രണ്ട് തലത്തിലേക്ക് ഒക്കെ മെല്ലെ മാറുന്നത്. പിന്നെ ചിലപ്പോൾ ഭർത്താവ് പറയുന്ന ചില പ്രത്യേക രീതിയിലുള്ള സെക്ഷൽ കോണ്ടാക്റ്റുകൾ ചെയ്യാൻ പറ്റാതെ വരിക, പ്രത്യേക പൊസിഷൻ ചെയ്യാൻ പറ്റാതെ വരിക. കാരണം ഇവർ ചിലപ്പോൾ ബ്ലൂ ഫിലിംസ് തുടർച്ചയായിട്ട് കാണുന്നവരായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ചില പ്രത്യേക തെറ്റായ ധാരണകൾ ഭാര്യയോട് ചെയ്യാൻ ആവശ്യപ്പെടുകയും അത് ചെയ്യാൻ പറ്റാതെ വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഇവർക്കിടയിലൊരു അകൽച്ച ഉണ്ടാകാറുണ്ട്. ഭർത്താവിന് ഭാര്യയോട് അകൽച്ച ഉണ്ടാകും. ഭാര്യയ്ക്ക് ഭർത്താവ് ഇങ്ങനെ പറയുന്നത് തന്നെ ചിലപ്പോൾ ഒരു അരിശമായിട്ട് മാറുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ അരിശം എന്ന് പറയുന്നത് അവർക്കിടയിൽ ഒരു ലൈംഗിക വീഴ്ച ഇല്ലാതാക്കുകയും പിന്നെ സ്വാഭാവികമായിട്ട് മറ്റ് സൗഹൃദങ്ങളിലേക്ക് ഭാര്യ പോവുകയും, ഭാര്യ പലപ്പോഴും മറ്റ് സൗഹൃദങ്ങളിലേക്ക് ഒരു സ്ത്രീ പോകുന്ന ഒരിക്കലും സെക്സിന് വേണ്ടി ആയിരിക്കില്ല. പ്രാഥമിക തലത്തിൽ ഒരിക്കലും അത് സെക്സിന് വേണ്ടി ഒന്നുമല്ല, ആ ഒരു സൗഹൃദത്തിൻ്റെ ഏതോ തലത്തിൽ വെച്ച് സംഭവിച്ചു പോകുന്ന ഒന്ന് മാത്രമാണ് സെക്സ് എന്ന് പറയുന്നത്. പക്ഷേ എവിടെയെങ്കിലും ഭാര്യ പിടിക്കപ്പെടുമ്പോൾ സെക്സിന് വേണ്ടി പോയി എന്നുള്ള രീതിയിലാണ് പിടിക്കപ്പെടുക, അത് മറ്റുള്ളവർ വ്യാഖ്യാനിക്കുക. പക്ഷേ അതൊരു
വ്യാഖ്യാനം മാത്രമാണ്. പറഞ്ഞു വരുമ്പോൾ അവർക്കിടയിൽ സെക്സ് ഒന്നും അത്രത്തോളൊന്നും ഉണ്ടായെന്ന് വരില്ല, ചിലപ്പം തീർത്തും ഉണ്ടായെന്ന് വരില്ല. അങ്ങനെ ഒരു തെറ്റായ വ്യാഖ്യാനിക്കപ്പെടുകയും പിന്നെ അവർക്കിടയിൽ ഒരു അകൽച്ച രൂപപ്പെടുകയൊക്കെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതൊരു ആ ദാമ്പത്യം രണ്ടായിട്ട് സ്പ്ലിറ്റായി മാറുകയും അത് പിന്നെ മോചനത്തിലേക്ക് അതിൽ നിന്നൊരു മോചനം വേണമെന്ന് ആഗ്രഹിക്കുകയും കോടതിയിലേക്കൊക്കെ എത്തുകയാണ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് സ്ത്രീകൾക്ക് പലപ്പോഴും ദാമ്പത്യേതര ബന്ധത്തിലേക്ക് പോകാനുള്ള ഒരു കാരണമെന്ന് പറയുന്ന പലപ്പോഴും ലൈംഗികതയായിട്ട് മാറാറില്ല, പിന്നീട് അത് രണ്ടാമത് ലൈംഗികത എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ് ചെയ്യുക. പിന്നെ ഇതിനൊക്കെ പിന്നിലുണ്ടായ ഇവർക്കിടയിലുള്ള ജീവിതാനുഭവങ്ങൾ, ഇപ്പം ആ ഒരു ദാമ്പത്യം എങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്ത് പോകണമെന്നുള്ളൊരു ആഗ്രഹമാണ് എങ്കിൽ അത്തരം ജീവിതാനുഭവങ്ങളുടെ സ്വാധീനം, ഓർമ്മയെടുത്ത് കളയോ ബോധം കെടുത്തുകയോ ഒന്നുമല്ല, ആ സ്വാധീനം നമ്മുടെ ഉൾമനസ്സിൽ നിന്ന് വളരെ സ്വാഭാവികമായിട്ട് ഡീകോഡ് ചെയ്ത് മാറ്റുന്ന പ്രത്യേക സൈക്കോതെറാപ്യൂട്ടിക് മെത്തേഡുകൾ ഇപ്പോൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൂടെ നമുക്കൊരു നല്ലൊരു സന്തോഷകരമായ ദാമ്പത്യത്തിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ്. വേറൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.